ചേട്ടനാണ് കിട്ടിയത്. മുത്തുന്ന ചേട്ടന്റെ കൊമ്പൻ ഹാൻസിന്റെ വണ്ടിയാണിത്. അപ്പോ കൊമ്പൻ എന്ന് കണ്ടപ്പോ തന്നെ നമ്മളിങ്ങ് കയറി. ജസ്റ്റ് ഒന്ന് ജീപ്പ് ഒന്ന് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്ത് ധൈര്യത്തിലാണെന്ന് അറിയത്തില്ല, ചേട്ടനെ എന്റെ കയ്യിൽ തന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടുണ്ട്. സൂപ്പറാണ്, ഒരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ഞാൻ തന്നെ ഈ ജീപ്പ് ഓടിക്കുന്നുണ്ട്. ഒന്ന് കറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോ ഈ വണ്ടി തന്നെ നമ്മൾ പോവാണ്. അപ്പോ ഇനി ഇവിടെ വാഗമണിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചേട്ടനെ വിളിക്കാം. മുത്തെന്നാണ് ഈ ചേട്ടന്റെ പേര്. നല്ല സർവീസ് ആണ്. അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് എല്ലാവരും കാണിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ വരെ കൊണ്ടുപോയി കാണിച്ചു തരും. വാഗമൺ മലമുകളിലേക്കാണ് കേട്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കയറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മുകളിൽ വന്നിട്ട് നല്ല രസമാണ് കാണാൻ. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ഒരുപാട് മരങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നിറച്ച് പുല്ലാണ്, പച്ചപ്പുൽമേടെന്ന് പറയില്ലേ, പുല്ലാണ്. പുല്ലെന്ന് വെച്ചാൽ നമ്മുടെ ലെമൺ ഗ്രാസ് ഉണ്ടല്ലോ, ലെമൺ ഗ്രാസ് ഇങ്ങനെ നിറച്ച് ഒരാളൊപ്പം പൊക്കത്തിൽ വളർന്ന് കിടക്കുക ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ മരങ്ങളും ഉണ്ട്. നമുക്കിങ്ങനെ ആകാശത്തേക്ക് പോകുന്നതായിട്ടൊരു ഫീൽ തോന്നുന്നു. ഇവിടുത്തെ വഴികളൊക്കെ കണ്ടോ, കുത്തിനെ ഇങ്ങനെ കയറ്റമാണ്. ശരിക്കും പറഞ്ഞാല് ഈ ജീപ്പാണേല് ഇത് ജീപ്പ് മാത്രം പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ കൂടെ വേറെ വണ്ടികളൊന്നും പോവില്ല. ഓഫ് റോഡിൽ ഈ ജീപ്പ് മാത്രം പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ ഈ ജീപ്പ് ഉണ്ടല്ലോ, ഇത് മാനുവൽ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഫുൾ പവർ നമ്മുടെ ഈ കയ്യേ വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കയറ്റം കയറുമ്പോൾ സ്ലിപ്പായി പോകും. ഇവിടെ ഒത്തിരി ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്. നമ്മളെ കൊണ്ടുപോകാൻ തന്നെ ഒത്തിരി ജീപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ഇവിടെ ജീപ്പ് ഓടിക്കുന്നത്. ഇവർ ഈ കുന്നിൻ മുകളിലൂടെയൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ നിർത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നമുക്ക് പേടി വരും. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുന്നവര് കുന്നിന്റെ തുഞ്ചത്ത്, മലയുടെ തുഞ്ചത്ത് കൊണ്ടിട്ടായിരിക്കും ഇവരിങ്ങനെ വട്ടം ചുറ്റുന്നത്. അപ്പൊ നമുക്ക് പേടിയാവും. എങ്കിലും എനിക്കിഷ്ടമാണ് ഈ മലമുകളിൽ ആകാശത്തെ തൊട്ടുരുമി ഇങ്ങനെ മോളിൽ പോയി നിൽക്കണം. മോളിൽ പോയിട്ട് ഒരു കറക്കമൊക്കെ കറങ്ങണം. ചേട്ടാ സമ്മതിക്കുമെന്ന് അറിയില്ല, എങ്കിലും ഒരു കിടിലൻ കറക്കമൊക്കെ കറങ്ങണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ മുകളിലോട്ട് പോകുന്നത്. കണ്ടോ, നല്ല രസം. നമ്മൾ ആകാശത്തോട് കയറി പോകുന്ന ഒരു ഫീല് തോന്നില്ലേ? ശരിക്കും വാഗമൺ വരുന്നവരൊക്കെ ഇവിടെ വരണം. ഉറപ്പായിട്ടും ജീപ്പിൽ കയറണം, ഇവിടെ വരണം. ഇതാണ് അതിന്റെ ഒരു സുഖം. ഇതുപോലെ ഈ മലമുകളിൽ വന്ന് ഇങ്ങനെ ഒരു ചുറ്റണം. എന്ത് രസമാണെന്നറിയോ, എന്ത് സുഖാണെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വരണം കേട്ടോ. ലൈഫിൽ ഒരു ദിവസമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഈ വാഗമൺ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നത് ഈ മുത്തുച്ചേട്ടനാണ്. മുത്തുച്ചേട്ടൻ പൊളിയാണ് കേട്ടോ.